ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ NIOS +2 സോഷ്യോളജിയിലെ ചാപ്റ്റർ 18 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അപ്പോൾ 17 ചാപ്റ്ററോളം നമ്മൾ കഴിഞ്ഞ ആ ഒരു പീരീഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 18ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പോൾ എക്സാം ഒക്കെ അടുത്ത് വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് മേജർ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാറ്റം. ഈ മാറ്റം വരാത്തതായിട്ട് ഒന്നുമില്ല, അല്ലെ? നമുക്ക് ഏതൊരു കാര്യം എടുത്താലും നമ്മൾ ഈ കുഞ്ഞിലെ ഇരുന്നത് പോലെ അല്ല നമ്മളിപ്പോ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്റേണൽ ആയിട്ടും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടും ഒക്കെ ഒരുപാട് മാറ്റം. ഞങ്ങൾ ജനിക്കുമ്പോൾ ഇത്ര ടീത്ത് ഇല്ല നമുക്ക്. പിന്നെ നമ്മൾ ക്രമേണ വളർന്നു വരുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യും, വായ്ക്കുള്ളില് പല്ലുകളുടെ എണ്ണം കൂടും. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ, ഒരുപാട് മാറ്റങ്ങൾ ഹ്യൂമൻ ബീയിങ്ങിന് വരെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു കാര്യം എടുത്താലും നമ്മളിപ്പോ ഈ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിന് മുമ്പ് എന്തായിരുന്നു നമ്മുടെ കൈകളിൽ? കീപാഡ് പോലത്തെ സെറ്റ്. അത് ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല. അതിനു മുന്നേ ഫോണോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റത്തിൽ കൂടെയാണ് നാം ഇന്ന് കാണുന്ന സൊസൈറ്റിയിൽ ആയിരിക്കുന്നത്. അപ്പൊ സൊസൈറ്റിയിൽ എന്തുണ്ട്? ചേഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ പരിവർത്തനമുണ്ട്, അല്ലെങ്കിൽ പരിണാമമുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെ ആ ഒരു ആശയത്തെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു പാഠമാണ് മേജർ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഇതിലും പതിവ് പോലെ നമ്മൾ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എളുപ്പമുള്ള 5 ക്വസ്റ്റ്യൻ, പരീക്ഷയ്ക്ക് ഷുവറായി ചോദിക്കും എന്ന് ഉറപ്പുള്ള 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നോക്കിക്കേ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സോഷ്യൽ ചേഞ്ച്? എന്താണ് സോഷ്യൽ ചേഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മൂന്നാമത്തത്, ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഇവല്യൂഷൻ ആൻഡ് റെവല്യൂഷൻ. എവല്യൂഷനും റെവല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് കഴിഞ്ഞതിന് ശേഷം ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ്. പ്രോഗ്രസും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പിന്നെ അടുത്തത്, ഡിസ്കസ് ദ 3 പാറ്റേൺ ഓഫ് സോഷ്യൽ ചേഞ്ചസ്. സോഷ്യൽ ചേഞ്ചസിന്റെ 3 മാതൃകകൾ അല്ലെങ്കിൽ 3 പാറ്റേണുകൾ ഏതൊക്കെയാണ്? ഇത്രയുമാണ് നമ്മുടെ 5 ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഓരോന്നായിട്ട്. സോഷ്യൽ ചേഞ്ച്, സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങൾ നടക്കുന്നുണ്ടല്ലേ? ഓരോ ദിവസം ചെല്ലും തോറും ഒരുപാട് മാറ്റങ്ങളാണ്. നമ്മൾ ചിന്തിക്കാവുന്ന അപ്പുറമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും? ഗ്രാജുവലി ആകാം, സ്ലോലി ആകാം, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആവാം. സ്പീഡി ആയിട്ട് നടക്കുന്ന പ്രോസസ്സിംഗ് ഉണ്ട് ഒരുപാട്. ഇപ്പൊ നമ്മൾ AI വരെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന സോഷ്യൽ ചേഞ്ച് എത്തിയിട്ടുള്ളത്, അല്ലെ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സോഷ്യൽ ചേഞ്ച്? സാമൂഹ്യ മാറ്റം, സാമൂഹ്യ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ അല്ലെങ്കിൽ ഒരു വ്യതിയാനത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഒരു സോഷ്യൽ ചേഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ഹ്യൂമൻ ബീങ് ആണെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ പറയും, നിന്നെ ഇപ്പൊ കാണാൻ ഒരുപാട് മാറിയിരിക്കുന്നു, നീ പണ്ട് ഫെയർ ആയിരുന്നു, അല്ലെ? ഇപ്പൊ നല്ല ഒരു നീ ഡസ്കി ടോൺ ആയി എന്നൊക്കെ നമ്മൾ പറയില്ലേ? അല്ലെങ്കിൽ പറയും, നീ പണ്ട് നല്ല തടിച്ചിട്ടായിരുന്നു, ഇപ്പോ മെലിഞ്ഞു പോയി. അതായത് ഒരു സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് എന്ത് വിളിക്കുന്നത്? സാമൂഹ്യ മാറ്റം അല്ലെങ്കിൽ സാമൂഹ്യ ഘടന, അല്ല എങ്കിൽ നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ വാട്ട് ഈസ് മീനിങ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് ചോദിച്ചാൽ, സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് സാമൂഹ്യ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സോഷ്യൽ ചേഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം, 2 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനോ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ ചേഞ്ച് എന്താണ് ഡിഫൈൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക, സാമൂഹ്യ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സാമൂഹ്യ മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഈ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ ഒരു സവിശേഷതകൾ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ പ്രോസസ്സിംഗ് ആണ്, അല്ലെ? ഒരു യൂണിവേഴ്സൽ പ്രോസസ് ആണ്. അത് ഇത് സാർവലൗകികമാണ്. സോഷ്യൽ ചേഞ്ച് ഒരിടത്ത് മാത്രമാണോ നടക്കുന്നത്? അല്ല. ഇപ്പൊ ജപ്പാനിൽ സോഷ്യൽ ചേഞ്ച് നടക്കുന്നു എന്ന് പറഞ്ഞ് ജർമ്മനി നടക്കാതിരിക്കോ? ഇല്ല. എല്ലാ സൊസൈറ്റിയിലും എന്ത് നടക്കുന്നുണ്ട്? സോഷ്യൽ ചേഞ്ച്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ വരണം, അല്ലെ? മാറ്റങ്ങൾ ഇങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ മാറ്റങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ പറയുന്നത് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് സാർവലൗകികം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ പ്രോസസ് ആണ്.
രണ്ടാമത്തത് എല്ലായിടത്തും ഒരുപോലെ ആകണമെന്നില്ല. നമുക്ക് സോഷ്യൽ ചേഞ്ച് എല്ലായിടത്തും ഒരുപോലെ ആകണമെന്നുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മുടെ സൊസൈറ്റി കാണുന്ന മാറ്റമായിരിക്കില്ല വേറൊരു കൺട്രിയിലെ സൊസൈറ്റിയിൽ അല്ലെ വേറൊരു നാട്ടിൽ നടക്കുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെ. നമുക്കിവിടെ എന്താണ് പണ്ട് സതി ശൈശവ വിവാഹം അങ്ങനെയുള്ള അൺടച്ചബിലിറ്റി അങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ സോഷ്യൽ ഈവൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഇന്നിങ്ങനെ വന്നു. പക്ഷെ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നിലനിൽക്കുന്ന കൺട്രീസ് അല്ലെങ്കിൽ ഇതുപോലെ നിലനിൽക്കുന്ന ഡിസ്ട്രിക്ട് അതുപോലെ നിലനിൽക്കുന്ന എന്താണ് സ്റ്റേറ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. മനസ്സിലാവുന്നില്ലേ? നമ്മള് കഴിഞ്ഞ പത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റില് 13 വയസ്സായ കുട്ടീനെ എന്ത് ചെയ്യുന്നു വിവാഹം ചെയ്യാനായിട്ട് വീട്ടുകാർ ഫോഴ്സ് ചെയ്യുന്നു. വിവാഹബന്ധം എന്ത് ചെയ്യുന്നു ഉറപ്പിക്കുന്നതായിട്ടൊക്കെ നമ്മൾ ന്യൂസിലൂടെയും അതുപോലെ മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടതാണ്. അപ്പൊ അതൊരു സോഷ്യൽ ചേഞ്ചിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതാ പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ ആകണമെന്നില്ല. ഇപ്പോ ഒരു എന്താണ് എക്സാമ്പിൾ പറയുന്ന ഒരു 10 കൺട്രി എടുത്തു കഴിഞ്ഞാൽ ആ 10 കൺട്രിയിലും സോഷ്യൽ ചേഞ്ച് ഒരുപോലെ ആകണോ? അല്ല, വ്യത്യാസമാണ്. ക്ലിയർ? ഇനി പലതരത്തിൽ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പൊ പലതരത്തിലാണ്. ഇവിടെ ഇപ്പോ AI കണ്ടുപിടിച്ചു. നമ്മളിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആ ഒരു എന്താണ് ക്രമേണ ആ ഒരു ഇതുമായിട്ട് നമ്മൾ എൻഗേജ്ഡ് ആയി തുടരുകയാണ്. അപ്പോൾ ഇതുപോലെ ആകണമെന്നില്ല മറ്റൊരു കൺട്രി വേറെ ഏതെങ്കിലും എന്താണ് ടെക്നോളജീസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാങ്കേതിക വിദ്യയോ ഒക്കെ ആയിരിക്കാം അല്ലെ. അതാ പറയുന്നത് പല തരത്തിലാണ് എന്ത് സംഭവിക്കുന്നത് സോഷ്യൽ ചേഞ്ച് സംഭവിക്കുന്നത്. ഇനി സാമൂഹ്യ മാറ്റത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ എന്താണ്? നിഷ്പക്ഷമായിട്ടാണ്. എല്ലാവരെയും എന്ത് ചെയ്യുന്നു സ്വാധീനിക്കും. അപ്പൊ ഈ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിലുള്ള എല്ലാവരെയും എന്ത് ചെയ്യും ആ സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം ബാധിക്കും. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഞാൻ ഇവിടെ പറഞ്ഞതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെ. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സാർവലൗകികമാണ്. സാർവലൗകികം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ പ്രോസസ് ആണ്. എല്ലായിടത്തും എന്തുണ്ട്? സോഷ്യൽ ചേഞ്ച് ഉണ്ട്. പക്ഷെ എല്ലായിടത്തും ഒരുപോലെയാണോ? ഡിഫറൻസ് ആണ് അല്ലെ. എല്ലായിടത്തും ഒരുപോലെ അല്ല. മൂന്നാമത്തേത് പലതരത്തിലാണ് സോഷ്യൽ ചേഞ്ച് സംഭവിക്കുന്നത്. അടുത്തത് ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? മൂല്യം ന്യൂട്രൽ ആണ്. അതായത് എല്ലാവരെയും സോഷ്യൽ ചേഞ്ച് സ്വാധീനിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ആ പോയിന്റ്സ് മാത്രമെങ്കിലും എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് എവല്യൂഷൻ ആൻഡ് റെവല്യൂഷൻ. ശ്രദ്ധിച്ചിരിക്കുക, ഇവല്യൂഷനും ഉണ്ട് റെവല്യൂഷനും ഉണ്ട്. എവല്യൂഷന്റെ അർത്ഥം എന്താണ്? പരിണാമം. എവല്യൂഷന്റെ അർത്ഥം പരിണാമം. റെവല്യൂഷന്റെ അർത്ഥം എന്താണ്? വിപ്ലവം. റെവല്യൂഷന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? വിപ്ലവം. അപ്പം എവല്യൂഷനും ഉണ്ട് റെവല്യൂഷനും ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, എവല്യൂഷൻ എന്ന് പറയുമ്പോൾ പരിണമിക്കുക. എവല്യൂഷൻ എന്ന് പറയുമ്പോൾ പരിണമിക്കുക എന്ന വാക്കിൽ നിന്നാണ് എന്തുണ്ടായത്? എവല്യൂഷൻ എന്ന് പറയുന്ന വാക്യം അല്ലെങ്കിൽ പദം ഉണ്ടായത്. ഈ പരിണമിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? രൂപാന്തരപ്പെടുക. നമുക്കറിയാം ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട് 10th ക്ലാസ്സിലൊക്കെ. അപ്പൊ അതിൽ നമുക്കറിയാം എങ്ങനെയാണ് ആദ്യം ഒരു കുരങ്ങായിരുന്നു അല്ലെ. ആ കുരങ്ങ് എങ്ങനെയാ 4 കാലിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന കുരങ്ങ് കുറച്ചുകൂടെ കഴിയുമ്പോൾ എങ്ങനെയാണ്? കുറച്ചുകൂടെ ഉയർന്നു അല്ലെ. അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ്? അത് ലാസ്റ്റ് സ്റ്റേജിൽ മനുഷ്യനായിട്ട് എന്ത് ചെയ്യുന്നു? പരിണമിക്കുന്നു. 2 കാലുകളും 2 കൈകളുള്ള മനുഷ്യനായിട്ട് എന്ത് ചെയ്യുന്നു? പരിണമിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മള് ഒട്ടകത്തിന്റെ ഒരു കാര്യം, ഒട്ടകമല്ല ജിറാഫിന്റെ ഒരു കാര്യം. താഴെ നിന്ന പുല്ല് ഇങ്ങനെ കടിച്ച് അതെന്താണ് അതിന് പറ്റുന്നില്ല. എങ്ങനെയാണ് പറ്റുന്നില്ല? അതിന്റെ കഴുത്ത് ഇങ്ങനെ നീണ്ട് അവസാനം എന്തിനാ ആ ഒരു പിക്ചറൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും. ടെക്സ്റ്റ് ബുക്കിലാണ്. അവസാനം അത് വളരെ വലിയ കൊമ്പിലോട്ട് എന്ത് ചെയ്യുന്നു? എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ കഴുത്ത് എന്ത് ചെയ്യുന്നു? നീണ്ട് അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിന്റെ ബോഡീനെ ചലിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു രീതിയിൽ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു പരിണാമമാണ്. അപ്പൊ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം നമുക്ക് കാണാൻ കഴിയുന്നത് രൂപാന്തരപ്പെടുകയാണ്. മനുഷ്യൻ എന്തായി മാറുന്നു? ഒരു എന്താണ് ഒരു കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ രൂപാന്തരപ്പെട്ട് മനുഷ്യനായി മാറി എന്നുള്ള ആ ഒരു സിദ്ധാന്തം. പക്ഷെ അത് ഇതുവരെ ശാസ്ത്രീയപരമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, തെളിയിച്ചിട്ടില്ല. പക്ഷേ അത് ഇന്നും ബയോളജിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അപ്പൊ ഇവിടെയും പറയുന്നത് എന്താണ്? ഒരു രൂപാന്തരപ്പെടലാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു രൂപാന്തരം വരിക, അതായത് ഒന്ന് വേറൊന്നായിട്ട് എവല്യൂഷനായിട്ട് പരിണമിച്ച് വരിക. ഇനി അടുത്തെന്താണ്? പരിണാമം. ഒരു ലളിത രൂപത്തിൽ നിന്ന് ഒരു സങ്കീർണ രൂപത്തിലേക്ക് മാറുന്നത്. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ അതൊരു വെറും ഒരു കുരങ്ങനായിരുന്നു. ആ കുരങ്ങൻ എന്തായി മാറുന്നു? ഒരു ലളിതമാണ്, ഒരു സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. അവിടെ പഠിക്കാനുള്ള വാക്ക് എന്താണ്? സിമ്പിൾ ടു കോംപ്ലക്സ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ലളിതപരമായ രീതിയിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മള് എന്താണ്? സങ്കീർണമായ കോംപ്ലക്സ് ആയ ഒരു തരത്തിലോട്ട് പോകുന്നു. അതാണ് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ രൂപാന്തരപ്പെടും. ഞാൻ പറഞ്ഞില്ലേ ഈ കുരങ്ങൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ 4 കാലിൽ ഇങ്ങനെ നടക്കുന്നു. അത് കഴിഞ്ഞ ശേഷം കുരങ്ങൻ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടെ നിവരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നിവരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവസാനം എന്തായി മാറുന്നു?
ഒരു വലിയൊരു മനുഷ്യനായിട്ട് മാറി പരിണമിക്കുന്ന അവസ്ഥ. അപ്പൊ ഇതുപോലെ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? രൂപാന്തരപ്പെടലാണ്. പരിണമിക്കുക എന്ന വാക്കിൽ നിന്നാണ് വന്നത്. എന്തിൽ നിന്നാണ് വന്നത്? പരിണമിക്കുക എന്ന വാക്കിൽ നിന്നാണ് വന്നത്. വേർതിരിഞ്ഞ് സംയോജിക്കുന്ന പ്രക്രിയയാണ്. പിന്നെ ഒരു സമൂഹം ലളിത രൂപത്തിൽ നിന്ന് സങ്കീർണ രൂപത്തിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ രൂപാന്തരപ്പെടുന്നു. ഇതിനെയാണ് എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത്, എവല്യൂഷന് എന്തുണ്ട്? കുറച്ച് പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം? കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലളിതമായതിൽ നിന്ന് എന്തിലോട്ട് പോകുന്നു? സങ്കീർണമായ അവസ്ഥയിലോട്ട് പോകുന്നു. അപ്പൊ ലളിതമായ അവസ്ഥയിൽ നിന്ന് എവിടേക്ക് പോകുന്നു? സങ്കീർണമായ അവസ്ഥയിലോട്ട് പോകുന്നു. പരിണാമം സംഭവിക്കുമ്പോൾ എങ്ങനെയാണ്? ഐക്യരൂപമുള്ള സമൂഹം സങ്കര രൂപമുള്ളതായിട്ട് മാറുന്നു. ഐക്യരൂപം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒന്നായിരുന്നു, ഒരു പരിണാമം സംഭവിക്കുമ്പോൾ അത് എന്തായി മാറുന്നു? ഒരു കൂട്ടമായിട്ട് മാറുന്നു. ഓക്കെ. ഐക്യരൂപമുള്ള സമൂഹം എങ്ങനെയാണ്? സങ്കര രൂപമായിട്ട് കൈക്കൊള്ളുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? താഴെ തട്ടിൽ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്? പരിണാമം സംഭവിക്കുന്നത്. ഓക്കെ. ഇപ്പൊ പരിണാമം സംഭവിക്കുന്നത് നോക്കിക്കേ, സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. ലളിതമാരമായി നിന്ന് എവിടേക്ക് പോകുന്നു? സങ്കീർണമായലോട്ട് പോകുന്നു. പിന്നെ താഴെ തട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എവല്യൂഷൻ. ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു, ഈ സ്മാർട്ട് ഫോൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? കത്തുകളിലൂടെയാണ് നമ്മൾ ആശയവിനിമയം നടത്തിയിരുന്നത്. അത് കഴിഞ്ഞ് ഇല്ലന്റ് അല്ലെ? അതുപോലെ തന്നെ പിന്നെ എന്തായി മാറുന്നു? പിന്നെയാണ് എന്ത്? ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്മാർട്ട് ഫോൺ അല്ല പിന്നെ ഉണ്ടായത്. ഒന്നും വേണ്ട, നമ്മളുടെ കമ്പ്യൂട്ടർ തന്നെ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, അങ്ങനെ കുറെ ജനറേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. കമ്പ്യൂട്ടർ ആദ്യം എങ്ങനെയായിരുന്നു? ഒരു മുറിയുടെ അത്രയും വലിപ്പമുള്ള ഒരു കമ്പ്യൂട്ടർ അല്ലെ? അത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാരുടെ സഹായം വേണം, ഒരുപാട് കറണ്ട് ബില്ല് വേണം അല്ലെ? കറണ്ട് ഒരുപാടായിട്ട് മാറി, ഹ്യൂജ് എക്സ്പെൻസീവ് ആണ് അല്ലെ? ഒരുപാട് മാൻ പവർ വേണം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ നിന്നാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള നമ്മുടെ ലാപ്ടോപ്പും അതുപോലെ സ്മാർട്ട് ഫോണും ഒക്കെ വന്നത്. ഒരുപാട് റിസ്ക്കും അതിനുള്ളിൽ ഒരുപാട് പ്രവർത്തനമുണ്ട്. അപ്പൊ അതൊരു എവല്യൂഷനാണ്, ഒരു സോഷ്യൽ ചേഞ്ച് ആണ് അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. എങ്ങനെയാണ്? ഈ താഴെ തട്ടിൽ നിന്നാണ്, ഏറ്റവും ലോവസ്റ്റിൽ നിന്നാണ് എന്തിലോട്ട് പോകുന്നത്? നമ്മുടെ പരിണാമം സംഭവിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് റെവല്യൂഷൻ. എന്താണ് റെവല്യൂഷൻ? വളരെ പെട്ടെന്ന് നടക്കുന്ന ഒന്നാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് നടക്കുക എന്ന് പറയുന്നത് എന്താണ്? നിലവിലുള്ള സാമൂഹ്യ സ്ഥിതി എന്ത് ചെയ്യുന്നു? മാറ്റിമറിക്കാണ്. പെട്ടെന്നാണ്, സ്പോട്ടിൽ നടക്കുക. നമ്മൾ പറയില്ലേ, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുക എന്ന് പറയില്ലേ? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? റെവല്യൂഷൻ എന്ന് പറയുന്നത്. റെവല്യൂഷന്റെ അർത്ഥം വിപ്ലവം. നമ്മൾ പറയില്ല, ഒരു വിപ്ലവം തന്നെ അവൻ സൃഷ്ടിച്ചു എന്ന് പറയാം. അതിന്റെ അർത്ഥം എന്താണ്? വളരെ പെട്ടെന്നാണ്. രണ്ടുപേര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു, അഭിപ്രായ വ്യത്യാസം സ്വരച്ചേർച്ച ഇല്ലാതെ വരുമ്പോൾ രണ്ടുപേരിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് സ്പോട്ടിൽ എന്ത് ചെയ്യുന്നു? ബിഹേവ് ചെയ്യുന്നു. അപ്പൊ അതുപോലെ നമ്മൾ തമാശക്കാലും പറയാം, അവിടെ ഒരു വിപ്ലവം തന്നെ നടന്നു എന്ന് വെച്ചാൽ അത് എന്താണ്? വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് നടക്കുന്ന ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനത്തെയാണ് എന്ത് വിളിക്കുന്നത്? റെവല്യൂഷൻ എന്ന് പറയുന്നത്. കുറച്ച് സമയം മതി, പക്ഷെ ആ കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്യുന്നു? വലിയ മാറ്റങ്ങൾ തന്നെ അവിടെ എന്ത് സൃഷ്ടിക്കും. മനസ്സിലായോ? അപ്പൊ ഞാനത് എക്സാമ്പിൾ പറയുന്നത് കുറച്ചുകൂടെ മനസ്സിലായി. വിപ്ലവം എന്താണ്? കുറച്ച് സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ എവല്യൂഷൻ എങ്ങനെയാണ്? കുറച്ച് സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. വളരെ ലളിതപരമായ കാര്യങ്ങളിൽ നിന്ന് ഇഴഞ്ഞിഴഞ്ഞാണ് എന്തിലോട്ട് പോയത്? കോംപ്ലക്സിലോട്ട് അല്ലെങ്കിൽ സങ്കീർണപരമായ കാര്യത്തിലോട്ട് പോകുന്നത്. പക്ഷെ റെവല്യൂഷൻ എങ്ങനെയായിരുന്നു? വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു. നിലവിലുള്ള സാമൂഹ്യ സ്ഥിതി എന്ത് ചെയ്യുന്നു? മാറ്റിമറിച്ചുകൊണ്ട് കുറച്ച് സമയം മതി, കുറച്ച് സമയം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വിപ്ലവത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? നിലവിലുള്ള എല്ലാ സമ്പ്രദായവും അല്ലെങ്കിൽ എല്ലാം എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും മാറും. അപ്പൊ ഈ വിപ്ലവം നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു? മാറും. ഒരു മാറ്റം വരും, നമുക്ക് ഒരു മാറ്റം വരും. പിന്നെ എങ്ങനെയാണ്? ഞാനിവിടെ എക്സാമ്പിൾ കുറച്ചുകൂടെ കാര്യത്തിൽ പറഞ്ഞത്, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഈ വിപ്ലവം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഫ്രഞ്ച് വിപ്ലവം എടുക്കാം. നമുക്കറിയാമല്ലോ ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ ഫ്രഞ്ച് വിപ്ലവം നടന്നപ്പോ എന്താ സംഭവിച്ചത്? ജനങ്ങളെ എന്താണ് വളരെ ഫ്രാൻസിൽ ഒരുപാട് എന്താണ് രാജാക്കന്മാരുടെ അഴിമതി ഭരണവും അതുപോലെ എന്താണ് ചക്രവർത്തിമാരുടെ ധൂർത്തും ആഡംബര ജീവിതമാണ്. അവിടെ സ്പോട്ടിൽ എന്തുണ്ടാകുന്നു? ഫ്രഞ്ച് വിപ്ലവം. നമുക്കറിയാം, എസ്റ്റേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് അല്ലെ? ഇതില് തേർഡ് എസ്റ്റേറ്റിൽ കോമൺ പീപ്പിൾ ആണ്. കോമൺ പീപ്പിൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളാണ്. അവർക്ക് അവരുടെ അവകാശം നേടിയെടുക്കാൻ തന്നെ ഒന്നും തന്നെ ഇല്ലായിരുന്നു അല്ലെ? അവർക്കൊരു എന്താണ് പ്രാധാന്യമോ അവർക്കൊരു ഒരു തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമോ ഒന്നും ലഭിച്ചിരുന്നില്ല. പ്രഭുക്കന്മാർക്കും അതുപോലെ പുരോഹിതന്മാർക്കും രാജാക്കന്മാർക്കും ഒക്കെ ആയിരുന്നു സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ആ സോഷ്യൽ ചേഞ്ച് ആണ് പറയുന്നത്, പ്രാധാന്യം ഉണ്ടായിരുന്നത്. ആ സമയത്താണ് അവർ എന്ത് ചെയ്തു? ജനങ്ങൾ അവർക്കെതിരെ പോരാടാനായിട്ട് ശ്രമിച്ചത്. അതൊരു നിമിഷമാണ്, അതൊരു വിപ്ലവമാണ്.
മനസ്സിലാവുന്നുണ്ടോ? അത് ആ ഒരു പ്രോസസ്സിംഗ് ആണ് എന്തെന്ന് പറയുന്നത് റവല്യൂഷൻ എന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന എന്താണ് മാറ്റത്തെയാണ് എന്ന് പറയുന്നത് വിപ്ലവം. അന്ന് ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഫ്രഞ്ച് വിപ്ലവം നടന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ജീവഹാനി സംഭവിക്കുക, അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ പിന്നെ എന്ത് ചെയ്തു ഉണ്ടാകുകയും ചെയ്തു. നമുക്കറിയാം ഫ്രഞ്ച് സമ്മേളനം, കോൺവെന്റ്, അതൊക്കെ ഒരുപാട് എന്ത് ചെയ്തു, ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ എന്താണ് ഫ്രഞ്ചിന് എന്തായി സ്വാതന്ത്ര്യം കൊടുക്കുകയും അല്ലെ, ഫ്രാൻസിൽ എന്ത് ചെയ്തു ഒരു എന്താണ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും അവർ എന്താണ് പിന്നെ ഇൻഡിപെൻഡന്റ് ആയി മാറുകയും ഒക്കെ ചെയ്തതൊക്കെ നമുക്ക് ആ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇവിടെയും റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വളരെ പെട്ടെന്നുണ്ടാകുന്ന അല്ലെ, വളരെ പെട്ടെന്നുണ്ടാകുന്നതും നിലവിലുള്ള സ്ഥിതി എന്ത് ചെയ്യുന്നുണ്ട് അതിനെ മാറ്റിമറിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. കുറച്ചു സമയം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കുറച്ചു സമയം കൊണ്ട് എങ്ങനെയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് റെവല്യൂഷൻ എന്ന് പറയുന്നത്. വിപ്ലവത്തിന്റെ ഫലമായി നിലവിലുള്ള സമ്പ്രദായത്തെ എന്ത് ചെയ്യുന്നു പൂർണ്ണമായി മാറുന്നു. അപ്പൊ അതേ ആ ഫ്രാൻസിലെ ഈ യുദ്ധത്തിന് മുമ്പ് അല്ലെങ്കിൽ വിപ്ലവത്തിന് മുമ്പ് സമാധാന അന്തരീക്ഷമായിരുന്നു അല്ലെ. യുദ്ധം തുടങ്ങി കഴിഞ്ഞ ശേഷം എന്താണ് സമാധാന അന്തരീക്ഷമൊക്കെ എന്ത് ചെയ്തു പോയി. പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത് പ്രശ്നങ്ങളാണ് അല്ലെ, അടി പിടി ബഹളം അല്ലെ, അങ്ങനെയാണ്. അതാ പറയും നിലവിലുള്ള ആ ഒരു അവസ്ഥ മാറി പുതിയ അവസ്ഥ. പിന്നെ ഫ്രാൻസിലെ യുദ്ധത്തിന് ശേഷം എന്താകുന്നു ധാരാളം പേർക്ക് എന്ത് ജീവഹാനി സംഭവിക്കുന്നു. പിന്നെ എന്താണ് പുരോഹിതന്മാരുടെ പ്രഭുക്കന്മാർ അഴിമതി ഭരണം എന്ത് ചെയ്തു അവസാനിപ്പിച്ചു, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇത് ഒരു മാറ്റമാണ്. അതാ പറയുന്നത് എങ്ങനെയാണ് പൂർണ്ണമായി ആ നിലവിലുള്ള സാഹചര്യം പൂർണ്ണമായി മാറി എന്താകുന്നു ഒരു പുതിയ സമ്പ്രദായം ഉടലെടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം എന്ന് വിളിക്കുന്നത് അല്ലെ. അതിൽ എക്സാമ്പിൾ ആണ് നമ്മൾ എന്ത് പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവം പറഞ്ഞു, റഷ്യൻ വിപ്ലവം പറയാം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറയാം. ഇതെല്ലാം എന്താണ് ഒരു വിപ്ലവമാണ്. അപ്പൊ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ വളരെ സ്ലോയിലി നടക്കുന്ന കാര്യവും റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്, ക്യുക്കായിട്ട് നടക്കുന്ന കാര്യവുമാണ്. നിലവിലുള്ള സാമൂഹ്യ സ്ഥിതിയെ മാറ്റിമറിച്ചുകൊണ്ട് കുറച്ചു സമയം കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിക്കേ, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ്. പ്രോഗ്രസ് എന്ന് അറിയാലോ, പ്രോഗ്രസ് നമ്മൾ പറയും എക്സാം പേപ്പർ ഒക്കെ ഇടുമ്പോൾ അധ്യാപകർ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് കുറച്ച് പ്രോഗ്രസ് ഉണ്ട്, പക്ഷെ ഇനി എന്ത് ചെയ്യേണ്ടി വരുന്നു ഹാർഡ് വർക്ക് ചെയ്യണം, അപ്പൊ കുറച്ചുകൂടി പ്രോഗ്രസിന്റെ അർത്ഥം എന്താണ് പുരോഗതി. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വികസനം. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ വികസനം. അപ്പൊ പ്രോഗ്രസ്സും ഉണ്ട് ഡെവലപ്മെന്റും ഉണ്ട്. പ്രോഗ്രസ് എന്ന് പറയുന്നത് സാമൂഹിക മാറ്റം സംഭവിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണെങ്കിൽ, അതായത് നിങ്ങളോ ഞാനോ ഒക്കെ ആഗ്രഹിക്കുന്ന രീതിയിലാണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു പുരോഗതി എന്ന് വിളിക്കുന്നു. ഞാൻ എന്ത് വിളിക്കുന്നു പുരോഗതി എന്ന് വിളിക്കുന്നു. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലാണ് സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത്. എങ്ങനെയാണ് ആഗ്രഹിക്കുന്ന രീതിയിലാണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു പുരോഗതി എന്ന് വിളിക്കുന്നത്. പുരോഗതിയുടെ കുറച്ച് ഫീച്ചേഴ്സ് എങ്ങനെയാണ് പുരോഗതിയിൽ കഴിഞ്ഞ കാലത്ത് നിലനിൽക്കുന്ന കാലത്തിന്റെ ലക്ഷണം കാണാം. അതായത് നമ്മൾ പറയാം ഈ കുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലോ എന്താണ് കുട്ടി ഇപ്പോഴാണ് കുറച്ചുകൂടെ എന്തായത് ഇമ്പ്രൂവ്മെന്റ് ആക്കി പുരോഗതി ഉണ്ടായത്. അപ്പൊ അതിൽ കഴിഞ്ഞ പരീക്ഷയുടെ മാർക്ക് കയ്യിൽ കാണും ഇല്ലേ. അപ്പൊ അതാ പറയുന്നത് കഴിഞ്ഞ കാലത്തിന്റെയും അതുപോലെ തന്നെ എന്താണ് നിലനിൽക്കുന്ന കാലത്തിന്റെയും ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ആ കുട്ടിയുടെ പഴയ മാർക്കും പുതിയ മാർക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയും, പ്രോഗ്രസ് കാർഡിൽ കാണാൻ കഴിയും. അതാ പറയുന്നത് നിലവിലുള്ള അവസ്ഥയെയും കഴിഞ്ഞു പോയ അവസ്ഥയും എന്ത് ചെയ്യാൻ പറ്റും കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ ശേഷം എന്താണ് സാങ്കേതിക പുരോഗതിയിൽ പണം, വാർത്താവിനിമയം, ഗതാഗതം എന്നിവ ഉൾപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു സാങ്കേതിക മികവ് എന്ന് പറയുമ്പോൾ എന്താണ് ഓരോ ദിവസവും എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയൊക്കെയാണ് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ എന്താണ് റേഡിയോ കോൺഫർമേഷൻ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇൻകം മണി അല്ലെ. ഇതിലൊക്കെ എന്താണ് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ പണം, അതുപോലെ തന്നെ എന്താണ് വാർത്താവിനിമയം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, ഇതിലെല്ലാം എന്താണ് ഒരുപാട് പുരോഗതികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ പുരോഗതി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രദേശത്തിൽ നിന്നും ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് മാറുന്ന ഒന്നാണ് പുരോഗതി എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രദേശത്തിൽ നിന്ന് വേറൊരു പ്രദേശത്തേക്ക് മാറുന്ന പ്രക്രിയയാണ് എന്ത് വിളിക്കുന്നത് പുരോഗതി എന്ന് വിളിക്കുന്നത്. അപ്പൊ പുരോഗതി എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. പുരോഗതി രണ്ട് കാര്യങ്ങൾ ആശ്രയിച്ചു. അത് ഒന്ന് എന്താണ് തുടങ്ങിയ സമയം, അതായത് ആ കുട്ടിയുടെ എന്താണ് ആ കുട്ടി പഠിക്കാതിരുന്ന കുട്ടിയാണ്, പിന്നത്തെ എക്സാമിലാണ് എന്ത് പ്രോഗ്രസ് ഉണ്ടായത്. അത് തുടങ്ങിയ കാലവും പിന്നെ എന്താണ് അത് പുരോഗതി നിലനിൽക്കുന്ന സമയം. ഇപ്പോ അതിനുണ്ടാകുന്ന ആ ലെവല് ഇപ്പോ അതെന്താണ് ആ ഒരു ഇതെല്ലാം മാറി കുറച്ചുകൂടെ പ്രോഗ്രസ് ആയി മാറി. അപ്പൊ ആ ഒരു സമയവും പണ്ടത്തെ സമയത്തെ എന്ത് ചെയ്യുന്നു പുരോഗതി എന്ത് ചെയ്യുന്നു ബാധിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ പുരോഗതി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പുരോഗതി പ്രധാനമായും രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അത് ഒന്ന് തുടങ്ങിയ സമയം, മറ്റൊന്ന് പുരോഗതി എത്തി നിൽക്കുന്ന സമയം.
അപ്പൊ ക്ലിയർ ആണോ? അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ്, പുരോഗതിയും അതുപോലെ വികസനവും തമ്മിലുള്ള ബന്ധം എന്താണ്? പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത് ആഗ്രഹിക്കുന്ന രീതിയിലാണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? പുരോഗതി എന്ന് വിളിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? പുരോഗതി എന്ന് വിളിക്കും. ഈ പുരോഗതിയുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? പുരോഗതിയില് കഴിഞ്ഞ കാലത്തിന്റെയും അതുപോലെ തന്നെ എന്താണ് നിലനിൽക്കുന്ന കാലത്തിന്റെയും കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ കുട്ടിയുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ തന്നെ പണ്ട് ആ കുട്ടി പഠിക്കാത്ത കുട്ടിയായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ്? അവൻ കുറച്ചുകൂടി എന്തായി? മാറ്റങ്ങൾ വന്നു. അവന്റെ ലൈഫിൽ എന്താണ്? അവൻ കുറച്ചുകൂടി പ്രോഗ്രസ് ആയി മാറി. അപ്പൊ രണ്ട് കാലങ്ങളില്ലേ, ആ രണ്ട് കാലത്തെ എന്ത് ചെയ്യും? ബാധിക്കും. പിന്നെ പുരോഗതി സൂചിപ്പിക്കുന്ന എന്താണ്? മുൻകൂട്ടി തീരുമാനിച്ച ചോദ്യത്തിന്റെ സാക്ഷാത്കാരമാണ്. അതായത് ആ കുട്ടിക്ക് തന്നെ തോന്നണം, എനിക്ക് കുറച്ച് അടുത്ത മാർക്കിൽ കുറച്ചുകൂടെ എന്താണ് ഇമ്പ്രൂവ്മെന്റ് ആകണം, അല്ലെ? ആ കുട്ടി അത് ടേൺ ചെയ്തിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അപ്പൊ മുൻകൂട്ടി അവൻ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എന്തിലോട്ട് പോകുന്നത്? പുരോഗതിയിലോട്ട് മാറുന്നത്. അതുപോലെ ഏതൊക്കെയാണ്? പണം, വാർത്താവിനിമയം, ഗതാഗതം എന്നിവയിലൊക്കെ എന്താണ്? പുരോഗതി ഉൾപ്പെടുന്നു. ഇനി പുരോഗതി എങ്ങനെയാണ്? ഒരു പ്രദേശത്ത് നിന്നും വേറൊരു പ്രദേശത്തേക്ക്, ഒരു പ്രദേശത്ത് നിന്നും വേറൊരു പ്രദേശത്തേക്ക് മാറുന്ന ഒന്നാണ് എന്ത്? പുരോഗതി. അതുപോലെ പുരോഗതി എങ്ങനെയാണ്? രണ്ട് കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? അത് തുടങ്ങിയ സമയത്ത് നിന്നും അതുപോലെ ഇപ്പൊ എത്തി നിൽക്കുന്ന സമയത്തെ എന്ത് ചെയ്യുന്നു? പുരോഗതി ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആശ്രയിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്ത വികസനം. എന്താണ് ഡെവലപ്മെന്റ്? നമുക്കറിയാം ഡെവലപ്മെന്റ് എന്താണ്. നമ്മുടെ ഇപ്പൊ തന്നെ അനുദിനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമ്മുടെ നാട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? പണ്ട് നമുക്ക് ഇതുപോലെ എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റമോ അതുപോലെ തന്നെ എന്താണ് വേറെ കുറച്ച് സിസ്റ്റംസ് ഒക്കെ ഒന്നും നമുക്ക് വളരെ കുറവായിരുന്നു, അല്ലെ? നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപരിഷ്കൃതമായ രീതിയിലായിരുന്നു. പക്ഷെ ഇന്ന് എന്താ? നമുക്ക് ഒരുപാട് വികസനം കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? എല്ലാത്തിനും ക്യാൻസർ ആയാലും അതിനുള്ള ട്രീറ്റ്മെന്റ് ആയാലും ഒരുപാട് ഹോസ്പിറ്റൽസ് ആയാലും, ട്രോമ കെയർ ഹോസ്പിറ്റൽസ് ആയാലും, സ്പെഷ്യാലിറ്റി കെയർ ഹോസ്പിറ്റൽ ആയാലും, പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ ആയാലും, അതുപോലെ ഒരുപാട് ഹോസ്പിറ്റൽസും കാര്യങ്ങളും അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റംസും ഒക്കെ നമുക്കിപ്പോ ഉണ്ട്. അതൊരു തരത്തിൽ വികസനമാണ്. അപ്പൊ നമുക്ക് നോക്കിയ വികസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം സമൂഹത്തിൽ നടപ്പാക്കുന്ന പ്രവർത്തനം. അതായത് ഞാനൊരു കൗൺസിലർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ വാർഡിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൂടി ആലോചിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കണം, പ്രോഗ്രസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന രീതിയിലാണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണെങ്കിൽ അതിന് എത്തിച്ചേരുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? പുരോഗതിയായി മാറുന്നത്. ഈ വികസനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം സമൂഹത്തിൽ നടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് വികസനം. നമുക്കറിയാം റോഡ് ടാറിടുന്ന കാര്യങ്ങൾ ഇപ്പോഴൊക്കെ നമുക്ക് കാണാം, അല്ലെ? റോഡ് ടാറിടുന്ന കാര്യങ്ങൾ, കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, വാട്ടർ കണക്ഷൻ കൊടുക്കുന്നത്, ഇതുപോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, വികസനത്തിൽ കാണാൻ പറ്റും. അതാ പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന പ്രകാരം സമൂഹത്തിൽ നടക്കുന്ന പ്രവർത്തനത്തെയാണ് എന്ത് വിളിക്കുന്നത്? വികസനം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി വികസനം ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായിരിക്കും. ഇപ്പോ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് 14 ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നടക്കുന്ന വികസനമായിരിക്കും കൊല്ലത്ത് നടക്കുന്നത്? ഒരിക്കലുമല്ല. രണ്ടും തമ്മിൽ എന്താണ്? വളരെയധികം വ്യത്യാസമുണ്ട്, അല്ലെ? ഓരോ സമൂഹത്തിലും ഓരോ സമൂഹത്തിലും എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്തം എന്ന് പറയുമ്പോൾ സോഷ്യൽ ചേഞ്ച് എങ്ങനെയായിരിക്കാം? വികസനം എങ്ങനെയായിരിക്കാം? വികസനം ഓരോ സ്ഥലത്തും എങ്ങനെയായിരിക്കും? വ്യത്യസ്തം. നമ്മുടെ അമേരിക്കയും അതുപോലെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള എക്യുപ്മെന്റ്സും അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഒന്നും നമ്മുടെ എവിടെയില്ല? ഇന്ത്യയിലില്ല. ഇന്ത്യ ഒരു മിക്സഡ് എക്കോണമിയാണ്, വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അല്ലെ? റഷ്യ ഇവരുടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവരും എന്താണ് ഇന്ത്യയും തമ്മിലൊക്കെ ഒരുപാട് എന്തുണ്ട്? അന്തരമുണ്ട്, അല്ലെ? അപ്പൊ അതാ പറയുന്നത് വികസനം ഓരോ സമൂഹത്തിലും എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും. പിന്നെ വികസനം എന്താണ്? ആ രാജ്യത്തെ സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കോണമിക് ഈ 3 ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യും? ആശ്രയിച്ചിരിക്കുന്നു. നമുക്കറിയാം സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള 3 ഫാക്ടേഴ്സിനെയും വികസനം ആശ്രയിച്ചിരിക്കുന്നു. അടുത്ത കാർഷികം, ആരോഗ്യം, വിദ്യാഭ്യാസം, കച്ചവടം എന്നീ മേഖലകളിലും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്കറിയാലോ കാർഷികം, അല്ലെ? കൃഷിപരമായി പണ്ട് എന്താണ് മൺവെട്ടി, തൂമ്പ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് കൃഷിയിലോട്ട് പൊയ്ക്കൊണ്ടത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാത്തിനും എന്താണ്? എക്യുപ്മെന്റ്സ് ആണ്, മെഷീൻസ് ആണ്, അല്ലെ? ഇന്ന് മനുഷ്യന്റെ മാൻ പവർ വളരെ കുറവാണ്. എല്ലാം എന്താണ്? സിസ്റ്റംസ് ചെയ്തുകൊള്ളും, അല്ലെ? അതാ പറയുന്നത് കാർഷികം, ആരോഗ്യം, വിദ്യാഭ്യാസം, കച്ചവടം എന്നീ മേഖലകളുമായി വികസനം എന്ത് ചെയ്തു? ബന്ധപ്പെട്ടിരിക്കുന്നു. പണ്ട് നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ സ്കൂളിൽ പോയേ പറ്റൂ. പക്ഷെ നമ്മൾ സ്കൂളിൽ പോകാതിരുന്നിട്ടും പഠിച്ചില്ലേ? പഠിച്ചു. എപ്പോഴാണ്? കൊറോണ വന്ന സമയത്ത്, COVID-19 വന്ന സമയത്ത് ആരെങ്കിലും സ്കൂളിൽ പോയോ? ഇല്ല. എല്ലാവരും എവിടെയാണ്?
വീടിനുള്ളിൽ തന്നെ ഇരുന്ന് പഠിക്കുകയും പരീക്ഷ എഴുതുകയും ജയിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ ചിന്തിച്ചു സ്കൂളിൽ പോയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വിദ്യാഭ്യാസം നേടാൻ കഴിയും അല്ലെ. അപ്പൊ വിക്ടേഴ്സ് ചാനൽസും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ചാനൽസും ഒത്തിരി വന്ന് നമുക്ക് എന്ത് ചെയ്തു, ഒരുപാട് എന്ത് ചെയ്തു, നമുക്ക് ക്ലാസ്സുകൾ തരികയും നമ്മൾ പഠിക്കുകയും ചെയ്തു ഇല്ലേ. അതവിടെ പറഞ്ഞ കച്ചവടം, വിദ്യാഭ്യാസം ഇവയുമായൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു, വികസനം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുപാട് അഡ്വാൻസ്ഡ് അല്ലേ. അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ക്ലാസ് ഏതോ ദൂരത്ത് അല്ലെങ്കിൽ ഏതോ അകലെ ഏതോ നാട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അതാ പറയുന്നത് നമ്മുടെ വികസനം. മനസ്സിലായോ? ഡെവലപ്മെന്റ്. അപ്പൊ ഡെവലപ്മെന്റ് ഉണ്ടോ ഇല്ലയോ? ഒത്തിരി ഡെവലപ്മെന്റ് ഉണ്ട്. ഇനി പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ആർക്കൊക്കെയാണ് വേണ്ടത്? അശരണർ, അതായത് എന്താണ്, ആരുമില്ല, സഹായിക്കാൻ ആരുമില്ലാത്തവർ, സ്ത്രീകൾ അല്ലെ, വീക്കർ സെക്ഷൻ ആണ് അല്ലെ, വീക്കർ സെക്ഷൻ ആയിട്ടുള്ള എന്താണ് പിന്നോക്ക നിൽക്കുന്ന മനുഷ്യർ അല്ലെ, ട്രൈബൽസില്, അതുപോലെ തന്നെ എന്താണ് SC ST അങ്ങനെയുള്ള അല്ലെങ്കിൽ കാസ്റ്റിൽ വളരെ പിന്നോക്കം നിൽക്കുന്നത്, ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ എന്താണ് ന്യൂനപക്ഷം എന്ന് പറയില്ലേ നമ്മള്, അതായത് വളരെ എന്താണ് ജാതീയപരമായി പിന്നോക്കം നിൽക്കുന്നത്, സാമ്പത്തികപരമായി പിന്നോക്കം, ഇവർക്കെല്ലാം എന്ത് ആവശ്യമാണ്? വികസന പ്രവർത്തനങ്ങൾ വളരെയധികം ആവശ്യമാണ്. ഇവർക്കൊക്കെ വികസനം വളരെ ആവശ്യമാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ വികസനം എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം സമൂഹത്തിൽ നടപ്പാക്കുന്ന പ്രവർത്തനത്തെയാണ് എന്ത് വിളിക്കുന്നത്? വികസനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ വികസനം എന്ന് പറയുന്നത് എന്താണ്? ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനമല്ല മറ്റൊരു സ്ഥലത്ത് നടക്കുന്നത്. അപ്പൊ വികസനം എങ്ങനെയാണെങ്കിൽ വ്യത്യസ്തമായിരിക്കും. വികസനം എന്ന് പറയുന്നത് എന്താണ്? ആ രാജ്യത്തെ സാമൂഹിക, സാംസ്കാരിക, അതുപോലെ തന്നെ എന്താണ് രാഷ്ട്രീയപരമായ കാര്യങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ്? കാർഷികം, ആരോഗ്യം, വിദ്യാഭ്യാസം, കച്ചവടം. പണ്ട് കച്ചവടമൊക്കെ ഇങ്ങനെയാണ്. ഇപ്പൊ എല്ലാം എങ്ങനെയാണ്? നമ്മുടെ എന്താണ് സ്മാർട്ട് ഫോൺ വഴി നമ്മൾ ബുക്ക് ചെയ്യുന്നു അല്ലെ. ഫുഡ് ആകട്ടെ എല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണ്. ആണോ അല്ലയോ? എല്ലാം വിരൽ തുമ്പിലാണ്. നമ്മൾ ഓർഡർ ചെയ്താലും നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ഇന്ന് നമുക്ക് എന്താണ് ഏത് സമയത്തും ഏത് പാതിരാത്രി ആയാലും നമ്മുടെ കൈകളിൽ അത് എന്ത് ചെയ്യും? എത്തും അല്ലെ. എത്തുന്നില്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെയാണ് ലഭിക്കുന്നത്. അതാ പറയുന്നത് ഇന്ന് ഇന്റർനെറ്റ് യുഗമാണ്. ഏതൊരു കാര്യവും നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ വികസനം ഉണ്ടോ ഇല്ലയോ? വികസനം ഡേ ടു ഡേയിൽ എന്ത് ചെയ്യുന്നുണ്ടോ? വളരെയധികം എന്താണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ എന്താണ് വികസനം വളരെയേറെ ഉണ്ട്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന സാധനമായാലും ഫുഡ് ആയാലും ക്ലോത്ത് ആയാലും എല്ലാം നമ്മൾ ഇന്ന് ഫ്ലിപ്കാർട്ട്, മീഷോ ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വാങ്ങിക്കുന്നു. അത് നമുക്ക് വിത്തിൻ സെക്കൻഡിലൂടെ നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടെത്തിക്കുന്നു അല്ലെ. ഒരുപാട് ഫുഡ് കോർട്ടുകൾ ഉണ്ട് അല്ലെ, ഫുഡ് കോർട്ടിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? വികസനവുമായി വളരെയേറെ ബന്ധം ഉള്ളതാണ്. വിദ്യാഭ്യാസമാകട്ടെ, ആരോഗ്യം, നമുക്ക് വീട്ടിനുള്ളിലിരുന്നും നമുക്ക് എന്ത് ചെയ്യാം? ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യാം അല്ലെ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ പാലിയേറ്റീവ് കെയറിലൊക്കെ ഉള്ളവരുണ്ട്, വീട്ടിൽ വന്ന് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഒക്കെ ഭയങ്കരമായി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് എല്ലാമല്ല, ഒരു പരിധി വരെ. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഓരോ വികസനമാണ്. പിന്നെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ വീക്കർ സെക്ഷൻ, അവർക്ക് എന്ത് കൊടുക്കണം? കുറച്ചുകൂടി പ്രൊമോഷൻ കൊടുക്കണം അല്ലെ. അവർക്ക് കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യണം. അവരെ കുറച്ചുകൂടി എന്താണ് മുൻനിരയിലൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. ട്രൈബൽ പീപ്പിളിനും അതുപോലെ SC ST കാർക്കൊക്കെ വളരെയേറെ അവർക്ക് പ്രയോജനമുള്ള രീതിയിലുള്ള എന്താണ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. ഇതൊക്കെ വികസനത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്തത് നോക്കിക്കേ, ഡിസ്കസ് ദ 3 പാറ്റേൺ ഓഫ് സോഷ്യൽ ചേഞ്ച്. 3 പാറ്റേൺ ഉണ്ട് സോഷ്യൽ ചേഞ്ചിൽ. ഒന്നാമത്തത് ലീനിയർ ചേഞ്ച്, 2 സൈക്ലിക്കൽ ചേഞ്ച്, 3 ഫ്ലക്ച്വേഷൻ ചേഞ്ച്. നോക്കിക്കേ, ഇതില് ഒന്നാമത് ലീനിയർ ചേഞ്ച് ആണ്. ലീനിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ രീതിയിലുള്ള മാറ്റത്തെയാണ് എന്ത് വിളിക്കുന്നത്? ലീനിയർ ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഒരേ ലെവലിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഒരേ ലെവൽ, ഒരു വര വരച്ചാൽ അത് അങ്ങറ്റം വരെ എങ്ങനെയാണ്? അതേപോലെ പോകുന്നു അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ഒരേ രീതിയിലുള്ള മാറ്റത്തെയാണ് ലീനിയർ ചേഞ്ച് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരേ രീതിയിലുള്ള ചേഞ്ച്? ഇത് പാരമ്പര്യ അടിസ്ഥാനത്തിൽ നിന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ട്രഡീഷണൽ ആണ്, പണ്ട് തൊട്ടേ നടക്കുന്ന കാര്യങ്ങളാണ്. വളരെ എന്താണ് ലളിതമായ അവസ്ഥയിൽ നിന്നും എന്തിലോട്ട് പോകുന്നു? സങ്കീർണമായ അവസ്ഥയിലോട്ട് പോകുന്നു. ഇപ്പൊ ലളിതമായ അവസ്ഥയിൽ നിന്ന് എവിടേക്ക് പോകുന്നു? സങ്കീർണപരമായ അവസ്ഥയിലോട്ട് പോകുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ലീനിയർ ചേഞ്ച്. ഞാൻ എക്സാമ്പിൾ പറയാം. കുറച്ച് ഹൗസ് അല്ലെങ്കിൽ കുറച്ച് വീടുകള് അങ്ങനെ കൂടിയിരിക്കുകയാണ്. അതിൽ നിന്ന് എന്തായി മാറുന്നു? വില്ലേജ് ആയിട്ട് മാറുകയാണ്. അത് എന്താണ്? കൺവെർട്ടായി എന്തായി മാറുന്നു? വില്ലേജ്. ഈ വില്ലേജ് എന്തായി മാറുന്നു? ടൗൺ ആയി മാറുന്നു. ഈ ടൗൺ എന്തായി മാറും? സിറ്റി ആയി മാറും. മനസ്സിലായോ? ഇതാണ് ലീനിയർ ചേഞ്ച് എന്ന് പറയുന്നത്. ലീനിയർ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു വര വരയ്ക്കുന്ന പോലെ നേർരേഖയിലുള്ള അല്ലെ. ഇവിടെ നോക്കിയ ഫ്യൂ ഹൗസസ് അല്ലെ, കുറച്ച് വീടുകള് അതെന്തായി മാറുന്നു? വില്ലേജ് ആകുന്നു. പിന്നെന്താ? ടൗൺ ആകുന്നു. പിന്നെ സിറ്റി ആയി മാറുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ലീനിയർ ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി സൈക്ലിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ചാക്രികമായി മാറുന്നു. ഇങ്ങനെ ചാക്രികമാണ്. ചാക്രികം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്?
കർവ് ചെയ്ത് മാറുകയാണ്. അതായത് നമ്മൾ റൗണ്ട് ഇങ്ങനെ കറങ്ങി വീണ്ടും ആ പോർഷനിൽ തന്നെ എത്തുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ചാക്രികമായി മാറുന്ന പ്രക്രിയയാണ് സൈക്ലിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ നിന്ന് ആരംഭിച്ച് വീണ്ടും അതേ ഘട്ടത്തിൽ തന്നെ എത്തുകയാണ്. അതായത് നമ്മളിവിടെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ, ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ആ ഒരു പ്രോസസ്സിങ് നേരെ എവിടെ തന്നെ വന്ന് അവസാനിക്കുന്നു? ഈ ഡോട്ടിൽ തന്നെ വന്ന് അവസാനിക്കുന്നു. സൈക്ലിക് ആണ്. അതായത് ഇങ്ങനെ ഒരേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, വിവാഹമായാലും അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സോഷ്യൽ ചേഞ്ച് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് ചാക്രികമായിട്ടാണ് വരുന്നത്. ചാക്രികം എന്ന് പറയുമ്പോൾ എന്താണ്? സിലിണ്ടറിക്കൽ ആകൃതി അല്ലെങ്കിൽ സൈക്ലിക്കൽ ആകൃതിയിൽ ഇങ്ങനെ സൈക്ലിക്കായിട്ട് അത് കറക്റ്റ് ഇങ്ങനെ കർവ് ചെയ്ത്, നമുക്കറിയില്ലേ, രാവ് പകലാകുന്നു, പകല് രാവാകുന്നു, സൂര്യൻ ചന്ദ്രൻ, വീണ്ടും ചന്ദ്രൻ സൂര്യൻ, ഇങ്ങനെ ഒരേ പാറ്റേൺ ആയിട്ട് മാറുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സൈക്ലിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഏറ്റക്കുറച്ചിൽ എന്ന് പറയുമ്പോൾ എന്താണ്? വേരിയേഷൻസ് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും അല്ലെ. ഒരുപാട് സൊസൈറ്റി ആണ് അല്ലെ, മനുഷ്യൻ ഹ്യൂമൻ ബീങ് ആണ് അല്ലെ. നമുക്കറിയാം, സോഷ്യോളജിയുടെ പിതാവ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഗസ്കോംദെക്ക് ഇതിന് വ്യക്തമായ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഏറ്റക്കുറച്ചിലുകൾ എവിടെയുണ്ട്? സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. ചില സമൂഹത്തിലാണെങ്കിൽ എന്താണ്? വളരെ പെട്ടെന്നാണ് എന്ത് സംഭവിക്കുന്നത്? സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുന്നത്. ചിലയിടത്ത് എങ്ങനെയാണ്? വളരെ സ്പീഡി ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് നടക്കുന്ന സോഷ്യൽ ചേഞ്ചും ഉണ്ട്, വളരെ സ്ലോലി നടക്കുന്ന ചേഞ്ചസും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമുക്ക് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം തന്നെ എടുക്കാം. ചിലപ്പോൾ എന്താണ്, കർഷകരുടെ ഈ ജീവിതത്തിൽ ഒരുപാട് മഴ, അതുപോലെ തന്നെ മഞ്ഞ്, അങ്ങനെയുള്ള പ്രകൃതിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കർഷകരുടെ എന്താണ് വളരെയധികം ബാധിക്കും. അവർ പ്രളയമൊക്കെ വരുമ്പോൾ അവരുടെ കൃഷിയൊക്കെ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. പക്ഷേ മറ്റു ചിലപ്പോൾ എങ്ങനെയാണ്? നല്ല രീതിയിലുള്ള ജീവിതം എന്ത് ചെയ്യും? അവർക്ക് ലഭിക്കുകയും ചെയ്യും. അതായത് ഇവിടെ പറയുന്നത് വേറൊന്നും അല്ല, വീണ്ടും തിരിച്ച് ദുരിതം. അതായത് നല്ല രീതിയിൽ അവർ ആഗ്രഹിച്ച് കൃഷിയൊക്കെ എന്ത് ചെയ്യും? നട്ടു വളർത്തും. ആ സമയത്ത് ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ കൃഷിയെല്ലാം എന്ത് ചെയ്യും? ഒലിച്ചു പോകും അല്ലെ. അപ്പൊ കർഷകരുടെ എന്താണ് പ്രതീക്ഷകൾ എന്ത് ചെയ്യും? ഒലിച്ചു പോകും. വേറൊരു സമയത്ത് എങ്ങനെയാണ്? നല്ല വിളവ് കിട്ടും, നല്ല പൈസയും നമ്മുടെ കൈകളിൽ കിട്ടും, അവരൊക്കെ ഹാപ്പിയാണ്. പക്ഷെ അവരുടെ ചിലപ്പോൾ എന്താണ്? വീണ്ടും തിരിച്ച് അവരുടെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വളരെ ദുരിതപൂർണമായി തീരും. അതായത് ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഏറ്റക്കുറച്ചിൽ. ഒരു സമയത്ത് എങ്ങനെയായിരിക്കും? ഒന്നുകൂടെ ഞാൻ പറയാം, ലീനിയർ എന്ന് പറയുമ്പോൾ നേർരേഖ, സൈക്ലിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രവർത്തനം നിന്ന് ആരംഭിച്ച അതേ പ്രവർത്തനം തന്നെ വന്ന് ചേരുന്നതിനെയാണ് വിളിക്കുന്നത് സൈക്ലിക്കൽ ചേഞ്ച്. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റക്കുറച്ചിലുണ്ടാവാം. ഉദാഹരണം നമുക്ക് കർഷകൻ തന്നെ എടുക്കാം. ഒരു സമയത്ത് കർഷകൻ എങ്ങനെയായിരിക്കും? അത്യാവശ്യം എന്താണ്, ഒരു നല്ല രീതിയിലൊക്കെ ജീവിച്ച് അല്ലെങ്കിൽ നല്ല വിളവ് കിട്ടും, അതിനനുസരിച്ച് നല്ല വരുമാനം കിട്ടും, നല്ല ഹാപ്പി മൈൻഡിൽ പോകും. പക്ഷെ മറ്റു ചിലപ്പോൾ ആര് ചതിക്കും? പ്രകൃതി എന്തെയും ചതിക്കും. കർഷകന്റെ അവസ്ഥ വളരെ ദുരിതാപൂർണമായി തീരും. മനസ്സിലായി? മറ്റു ചിലപ്പോൾ ഓക്കെ ഹാപ്പി ആയിരിക്കും, വീണ്ടും മറ്റു ചിലപ്പോൾ സാഡായി മാറും. ഇതാ പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏറ്റക്കുറച്ചിലുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? സോഷ്യൽ ചേഞ്ച് എന്താണ്, റെവല്യൂഷൻ എന്താണ്, എവല്യൂഷൻ എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ് നോക്കി. പിന്നെ നമ്മുടെ 3 തരത്തിലുള്ള പാറ്റേൺസ് ശ്രദ്ധിച്ചിരിക്കുക. ലീനിയർ ചേഞ്ചും സൈക്ലിക്കൽ ചേഞ്ചും ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ചും പഠിച്ചു വെക്കുക. ലീനിയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഫ്യൂ ഹൗസ് ആയിരിക്കും, അത് എന്തായി മാറും? ഒരു വില്ലേജ് ആയിട്ട് മാറും, ഒരു ഗ്രാമമായിട്ട് മാറും. ആ ഗ്രാമം എന്തായി മാറുന്നു? ടൗൺ ആയിട്ട് മാറുന്നു. ആ ടൗൺ എന്തായി മാറുന്നു? സിറ്റി ആയിട്ട് മാറുന്നു. അപ്പൊ സൈക്ലിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രോസസ്സിൽ നിന്ന് ആരംഭിച്ചു അതേ പ്രോസസ്സ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്ന പ്രവർത്തനത്തെയാണ് എന്ന് വിളിക്കുന്നത് സൈക്ലിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും. കർഷകർ, എക്സാമ്പിൾ കർഷകരെയാണ് നമ്മൾ. ഒരു പെസൻസ് തന്നെ എപ്പോ എങ്ങനെയായിരിക്കാം? തുടക്കത്തിൽ എങ്ങനെയായിരിക്കും? കൃഷി നല്ല രീതിയിൽ എന്ത് ചെയ്യും? പോകും, നല്ല രീതിയിൽ സമ്പാദിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രകൃതിക്ഷോഭം എന്തെങ്കിലും വരികയാണെങ്കിൽ അവരുടെ കൃഷി എന്ത് ചെയ്യും? തകിടം മറിയും. അവർക്ക് സാമ്പത്തികമായി എന്താണ്? ഭദ്രത ഇല്ലാതെയാകും. വീണ്ടും എന്താണ്? നല്ല ഹാപ്പി ആയിട്ട് പോകും, വീണ്ടും എന്ത് ചെയ്യും? സാഡ് ആയിട്ട് മാറും. ഇതാണ് ഏറ്റക്കുറച്ചിലുകൾ. ഒരു സ്ഥിരതയില്ല, ലീനിയറും അല്ല അല്ലെ. മറ്റത് ലീനിയർ, മറ്റു സൈക്ലിക്കൽ, ഇത് ഒരു സ്ഥിരതയില്ല. ചിലപ്പോൾ എന്തായിരിക്കും? നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും, ചിലപ്പോൾ എന്താണ്? ഗ്രോത്ത് കുറവായിരിക്കും. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പൊ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. മേജർ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, ആ ഒരു പാഠം 18ാമത്തെ പാഠമാണ്. നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ ക്വസ്റ്റ്യൻ എല്ലാം ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് ലീനിയർ? ഒന്ന് ആലോചിച്ച് നോക്കി. ലീനിയർ ആ പേരിൽ തന്നെയുണ്ട്. ലീനിയർ നേർരേഖ. സൈക്ലിക്കൽ ആ പേരിൽ തന്നെയുണ്ട്. കർവ് അല്ലെങ്കിൽ സർക്കിള്, എന്തായാലും ഓക്കെ, കർവായാലും കുഴപ്പമില്ല.
ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റക്കുറച്ചിലുകൾ. ചിലപ്പോൾ ഗ്രോത്ത് ഇങ്ങനെ പോകും. ഒരു മലയില്ലേ നമ്മള്, ആ ഒരു മല പോലെ നോക്കിയത് കുറച്ച് ഏറ്റക്കുറച്ചിൽ, പിന്നെ വീണ്ടും താഴോട്ട്, പിന്നെ എന്ത് ചെയ്യും, കുറച്ചുകൂടി മുകളിലോട്ട് പോകും, കുറച്ച് പിന്നെ എന്ത് ചെയ്യും, താഴോട്ട് പോകും. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു കോഡ് വെച്ചൊക്കെ ഒന്ന് പഠിക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യും, എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കോഴ്സിനെ പറ്റി എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും